ഇപ്പോൾ തിയേറ്ററിൽ എത്തേണ്ട സിനിമയാണ് ജനനായകൻ. ഇന്നലെയായിരുന്നു റിലീസ് പ്രഖ്യാപിച്ചിരുന്നത്. ഇന്നലെ ആ റിലീസ് വന്നിരുന്നെങ്കിൽ ഇന്നൊക്കെ ഇപ്പോൾ ഹൗസ്ഫുള്ളായിട്ട് തിയേറ്ററിൽ നിറഞ്ഞോടേണ്ട സിനിമയാണ്. സെൻസർ ബോർഡ് പടത്തിന് കത്രിക പൂട്ടിട്ടു. സിനിമയ്ക്ക് രാഷ്ട്രീയം ഉണ്ടാകുക സ്വാഭാവികമാണ്. പക്ഷേ സെൻസർ ബോർഡിനും രാഷ്ട്രീയം ഉണ്ടായാൽ അത് എങ്ങനെ നമ്മൾ എൻ്റർടൈൻ ചെയ്യും അല്ലേ? കുറേയായി പല ചിത്രങ്ങളിലും സെൻസർ വാർ നമ്മൾ കാണുന്നു. വിജയ് പടത്തിന് വില്ലൻ ആകുന്നുണ്ടോ സെൻസർ ബോർഡ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം നൽകുന്നത് വിജയ്ക്ക് ഏറെ ആരാധകരുള്ള, പ്രത്യേകിച്ചും തമിഴ് പറയുന്ന ആളുകൾ കൂടുതലുള്ള, തമിഴ്നാടുമായി കൂടുതൽ അതിർത്തി പങ്കിടുന്ന പാലക്കാട് നിന്നുമുള്ള ആളുകളുടെ ഒരു പ്രതികരണത്തിലേക്ക് പോകാം. അജിത് ബാബു ആണ് അവരോട് പ്രതികരണം ചോദിച്ചത്. അജിത്തിനോട് അവരെന്താണ് പറഞ്ഞത് എന്ന് കേൾക്കാം. ജനനായകൻ ആദ്യം തിയേറ്ററിൽ കാണാൻ പ്രീ ബുക്ക് ചെയ്തതിൽ കൂടുതൽ യുവാക്കളായിരുന്നു. നമുക്ക് അവരുടെ പ്രതികരണങ്ങൾ തന്നെ ചോദിച്ചറിയാം. ഇപ്പോൾ സെൻസർ ബോർഡിൻ്റെ അവരുടേതായിട്ടുള്ളൊരു സ്വാതന്ത്ര്യമാണ്. സിനിമകളിൽ ഇപ്പോൾ നിയമത്തിൽ എതിരായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ട് ചെയ്യേണ്ടി വരും. പക്ഷേ വിജയുടെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അങ്ങനത്തെ ഒരു കാര്യം ചെയ്തെന്ന് തോന്നുന്നില്ല. വിജയിൻ്റെ രാഷ്ട്രീയത്തിൽ വരുന്നതിന് ഇവർ എതിർക്കാനുള്ള ശ്രമമാണ്. ആ സിനിമ വഴുകുന്തോറും വിജയ് വളരുന്നുള്ള അവർ ചിന്തിക്കുന്നില്ല. വിജയ് എന്തായാലും വളരുക ചെയ്യുള്ളൂ. ഇത് അവനെ തളർത്താൻ ഒരിക്കലും കഴിയത്തില്ല. സെൻസർ ബോർഡ് പക വീട്ടാൻ തോന്നുന്നുണ്ടോ? എന്തായാലും വീട്ടാൻ തോന്നുന്നുണ്ട്. എന്താ വെച്ചാൽ അണ്ണൻ്റെ ലാസ്റ്റ് സിനിമയാണ് വരാൻ പോണത്. നമുക്ക് ഹൈപ്പ് കൊടുത്തിട്ട് ഇരുന്നിട്ട് ലാസ്റ്റ് ഫാൻസുകാർക്ക് നല്ല സങ്കടമുണ്ട്. അതിന് എതിർപ്പ് തന്നെയാണ് മാറ്റിവെച്ചതിന്. നമ്മൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തതാണ്. അവിടെ ബുക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മൾ അത്ര വെയിറ്റ് ചെയ്യുമ്പോൾ അതൊന്ന് ക്യാൻസലായി പോകുമ്പോൾ നമുക്ക് ഒരു ഇതുണ്ടല്ലോ. പൊതുവേ എനിക്കിഷ്ടമില്ല. ഇപ്പോൾ ഈ റീസെൻ്റ്ലി ഇറങ്ങിയ സിനിമകളിൽ എനിക്ക് അത്ര താല്പര്യമില്ല. അല്ലാണ്ട് വിജയിന് ഇഷ്ടമാണ്. നല്ല ലാസ്റ്റ് മൂവി ആയതുകൊണ്ട് ഒരു ഇമോഷൻ്റെ പുറത്തങ്ങനെ കാണുന്നുണ്ട്. വിജയിന് അത്രയും അവസാനത്തോടെ കാണാമെന്ന് പ്രതീക്ഷിച്ച സിനിമയായിരുന്നു. അത് കാണാൻ പറ്റാത്ത നല്ല വിഷമത്തിലാണ്. നമ്മൾ കണ്ടതിൽ മഹാഭൂരിപക്ഷവും വിജയിയോട് സെൻസർ ബോർഡ് വൈരാഗ്യം തീർക്കുകയാണെന്നാണ് പറഞ്ഞത്. ഏതാണെങ്കിലും വിജയിയുടെ അവസാന ചിത്രത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ. ക്യാമറമാൻ രമേശ് റാമിനൊപ്പം അജിത് ബാബു, ന്യൂസ് മലയാളം.